നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും സബിസോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പല ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ പരസ്യം വന്ന് നമുക്ക് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ഈ പരസ്യം വന്ന് ബുദ്ധിമുട്ടാൻ മറ്റൊന്നുകൊണ്ടല്ല, നമ്മളൊരു ഉപയോഗിക്കുന്ന നമ്മൾ ആപ്ലിക്കേഷൻസ് ആയത് മറ്റൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് ഈ ആപ്ലിക്കേഷൻസ്. നമ്മളൊന്നും എന്താ പറയുക ക്യാഷ് കൊടുത്ത് മേടിക്കാതെ നമ്മൾ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് പ്ലേ സ്റ്റോറിനൊക്കെ. അപ്പോൾ ഇത്തരം വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ ആപ്പുകളിലൊക്കെ നമുക്ക് പരസ്യം വരുന്നത് അതുകൊണ്ടാണ്, അതായത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ തടയാൻ നമുക്ക് നമ്മുടെ ഫോണിൽ കുറച്ച് സെറ്റിങ്സുകളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ഫോണിൽ വരുന്ന പരസ്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, മാക്സിമം എല്ലാ ആളുകളും നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പല ആളുകളും ചോദിച്ചാണ് നമുക്ക് ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ വരുന്ന ഒരു പരസ്യം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണിക്കുക. കാരണം നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സുകളാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ പോയി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ചിലപ്പോൾ പല ഭാഗങ്ങളിലുള്ള സെറ്റിങ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാതെ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുടെ താഴെ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോ ഭാഗത്തേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് താഴോട്ട് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. എല്ലാ ഫോണിലുള്ള തന്നെയാണ് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനകത്ത് ഇവിടെ ഈ ഒരു അഡ്വർടൈസിങ് ID എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ID, ഈ ID നമ്മുടെ ഫോണിൽ നമുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ID ഇവിടെ ലഭിക്കും. അതായത് ഈ ഫോണിൽ നമ്മൾ സിം ഇട്ട് ആ ഒരു ഫോൺ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഈ ഒരു ID ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് കഴിയുന്ന സമയത്തും ഈ ഒരു ID മുഖേനയാണ് നമ്മുടെ ഫോണിൽ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മറ്റെന്ത് സൈറ്റിലോട്ട് നമ്മൾ കയറുമ്പോഴും ഈ ഒരു ആഡ് നമുക്ക് ഈ ഒരു ID മുഖേന നമ്മുടെ ഫോണിലോട്ട് ലഭിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ID ഉള്ളിടത്തോളം കാലം നമ്മുടെ ഫോണിൽ എപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആഡ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ID നമ്മളിതിനകത്ത് ക്ലിയർ ചെയ്ത് കളയണം. അതിന് തൊട്ട് മുകളിലായിട്ട് റീസെറ്റ് അഡ്വർടൈസിങ് ID എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ID റീസെറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ ഒരു ID ഇവിടെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റീസെറ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ പുതിയൊരു ID നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മുമ്പ് വന്ന ആഡൊന്നും നമുക്ക് ഈ ഒരു ഫോണിലോട്ട് വരികയില്ല, നമ്മൾ സൈറ്റിലോട്ട് കയറുമ്പോഴൊന്നും. ഇപ്പോൾ പുതിയൊരു ID ആണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്കിത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അതായത് ഈ ID ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ആ ആഡുകളായിരിക്കും, പുതുതായിട്ട് വരുന്ന ആഡുകളായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഓഫാക്കി ഇടണം. അതിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഓഫ് ചെയ്യണം ചോദിക്കും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മുടെ ഫോണിൽ വരുന്ന ആ ഒരു ആഡുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഇത് എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ആഡ്സ് ഉണ്ടാകും, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു പേജ് നമുക്ക് ലഭിക്കുന്നത്. അതിനകത്താണ് നമുക്കിത് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്രോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രോമിലോട്ട് കയറാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു 3 ഡോട്ട് കാണുന്നുണ്ടാവും. അതിനകത്ത് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസാണ് ലഭിക്കുന്നത്. ഇത് താഴോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ ആഡ് അലൗഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ എല്ലാ ഫോണിലുള്ളതാണ്. അത് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒരുവിധം എല്ലാ ആഡും ബ്ലോക്കായിട്ട് പോകും. നമുക്ക് സൈറ്റിൽ പ്രവേശിക്കുന്ന വെബ്സൈറ്റ് കയറുമ്പോൾ എല്ലാ രീതിയിൽ വരുന്ന ആഡുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു സെറ്റിങ്സ് ആണ് മൂന്നാമായിട്ട് പറയാൻ പോകുന്നത്. ഇവിടെ പോപ്പപ്പ് ആൻഡ് റീഡയറക്ട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഞാൻ നിലവിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും ഇതുപോലെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം. അതും കൂടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും
നമ്മുടെ ഫോണിൽ ഈ ഗൂഗിൾ ക്രോമിലൊക്കെ വരുന്ന പരസ്യങ്ങളും സൈറ്റിലൊക്കെ വരുന്ന പരസ്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ ആ ഒരു ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ആർക്കും ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരസ്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫോണിൽ വരുന്ന പരസ്യങ്ങൾ നമുക്ക് വളരെ രീതിയിൽ ബുദ്ധിമുട്ടാറുണ്ട്. ആ ഒരു പരസ്യം ഒരു പരിധി വരെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടതിന് വിശ്വസിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.